ആണോ? ഇലുമിനാറ്റി ആണോ? ആണെന്നും അല്ലെന്നും പറയാം. ശരിക്കും എന്താണ് ഇലുമിനാറ്റി എന്ന് ഇലുമിനാറ്റിക്ക് പോലും അറിയില്ല. നമ്മൾ ഏത് ടെറൈനിലാണെങ്കിലും എത്ര കഷ്ടതയുള്ള സ്ഥലങ്ങളാണെങ്കിലും അതിൽ പരാതികളൊന്നും പറയാതെ ഫസ്സിയാവാതെ യൂണിറ്റുള്ള മറ്റാരെയും പോലെ ഇരിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. കൂടുതലും നോ പറയാണ് ഇപ്പം ക്യാരക്ടേഴ്സിനോട്. അല്ല, അങ്ങനെയല്ല. ഈ എഴുതുന്ന സമയത്ത് അഭിനയിക്കുന്നത് എനിക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ എല്ലാ സംശയങ്ങളും ഷൂട്ടിന് മുമ്പ് ചോദിച്ച് അതിനെല്ലാ നിവാരണവും വരുത്തിയിട്ടാണ് രാജു ഷൂട്ടിനിറങ്ങുന്നത്. അപ്പം വളരെ മെറ്റിക്കുലസ് ആണ്. L2 ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ? With RJ Rafi. An actor with a philosophy, a writer with a philosophy, a സിനിമാക്കാരൻ വിത്ത് എ ഫിലോസഫി ആണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് മുരളി ഗോപി. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ആസ് എ സിനിമാക്കാരൻ മുരളി ഗോപിയുടെ ഫിലോസഫി എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഫോക്കസ് ഓൺ യുവർ വർക്ക്, ഡു യുവർ ബെസ്റ്റ്. അത് തന്നെയാണ് എല്ലാത്തിലും ഫിലോസഫി. മലയാളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയുടെ എഴുത്തുകാരനാണ്, റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്, സിംഗറാണ്. ഇതെല്ലാം കൂടി ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് നമുക്ക് സംശയമാണ്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ സിനിമാക്കാരൻ എന്ന് ചോദിച്ചാൽ മുരളി ഗോപി എന്ത് പറയും? കാരണം സിനിമയുടെ സക്സസ്സും പരാജയവും ഒന്നും അങ്ങനെ എഫക്റ്റ് ചെയ്യാത്ത, സിനിമയുടെ ചാം അങ്ങനെ ആഗ്രഹിക്കാത്ത ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ എല്ലാം കാണുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എഴുത്തായാലും അഭിനയമാണെങ്കിലും മറ്റേ മേഖലകളൊക്കെ ഞാൻ തൊട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ അതിലൊരു ഇതാണെന്ന് ഞാൻ പറയില്ല. എന്ന് പറഞ്ഞാൽ ബാക്കി അതിലുൾപ്പെടെ എനിക്കറിയാമെന്ന് ജനങ്ങൾ വിചാരിക്കുന്ന മേഖലകളിൽ വരെ ഇപ്പോൾ എഴുത്താണെങ്കിലും ഒക്കെ ഒരു വിദ്യാർത്ഥിയെ പോലെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലേണിംഗ് ആണ്. ഈവൻ വർക്ക് ഈസ് ലേണിംഗ്. നമ്മളൊരു പുതിയ തിരക്കഥ എഴുതുമ്പോഴോ ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴോ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ ഒരു അംശത്തെ നമ്മൾ അതിലൂടെ കണ്ടെത്തും. അപ്പോൾ അതൊരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടു കൂടിയാണ് ഞാൻ. അത് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുമോ എപ്പോഴും? അല്ല, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ലേണിംഗ്. അപ്പോൾ യു ക്യാൻ ഓൺലി ബി എ സ്റ്റുഡൻറ്. ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്ന് പറയേണ്ടി വരും. അതിനെന്താ ചെയ്യേണ്ടത്? എപ്പോഴും ലേണിംഗ് സ്റ്റുഡൻറ് മനോഭാവത്തോടുകൂടി നമ്മൾ നിൽക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ തറയിലേക്ക് നോക്കിയാലും എവിടെ നോക്കിയാലും നമ്മൾ കാണാത്ത ഡയമെൻഷൻസ് അത് തരും. ഓക്കെ. നമ്മുടെ അകത്തേക്ക് നോക്കിയാൽ മതി. എല്ലാം അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന് പറയുന്നത് എല്ലാത്തിലും ബാധകമാണ്, എന്തിലും ഉണ്ടത്. അപ്പോൾ പിന്നെ ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഭയങ്കര ചൂസ് ചെയ്യാണ് ആസ് ആൻ ആക്ടർ. വളരെ ചുരുക്കം റോളുകൾ എടുക്കാറുള്ളൂ. അപ്പോൾ കനകരാജ്യം ചൂസ് ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ദൃശ്യം 2 സിനിമ കഴിഞ്ഞിട്ടാണ് ഈ നറേഷൻ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കുറേ നറേഷൻസ് കേട്ടിരുന്നു. അപ്പോൾ അതിൽ ആ തോമസ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ ആ സമയങ്ങളിലാണ് ഇത് പറയുന്നത് എന്നോട് ആദ്യമായിട്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ടോട്ടലി ആ സ്പെക്ട്രത്തിൻ്റെ ഇപ്പുറത്താണ് ബാസ്റ്റിനെങ്കിൽ എക്സ്ട്രീം അതർ സ്പെക്ട്രത്തിൽ നിൽക്കുന്നത് എക്സ്ട്രീംലി വളറബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ വേണു എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നല്ല രസമായിരിക്കും എന്ന് തോന്നി, അങ്ങനെയാണ് ചെയ്തത്. പറഞ്ഞ രീതിയിലും ആ ഒരു ബേസിക് ആയിട്ടുള്ള നറേഷൻ ഒരു സിമ്പിൾ ബ്യൂട്ടിഫുൾ സ്മോൾ ഫിലിം എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. പിന്നെ ഐ കുഡ് ഐഡൻറ്റിഫൈ വിത്ത് ദാറ്റ് ക്യാരക്ടർ. അത് ചലഞ്ചായിരിക്കും ചെയ്യാൻ എന്നുള്ള ഒരു നിലയിൽ അത് കണ്ടെത്തി ചെയ്തതാണ്. ചലഞ്ചായിരുന്നോ? എവറി ക്യാരക്ടർ ഈസ് എ ചലഞ്ച്, എവറി സ്ക്രീൻ പ്ലേ ഈസ് എ ചലഞ്ച്, എവറിത്തിങ് ഈസ് എ ചലഞ്ച്. വേണുവിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, വൾണറബിലിറ്റി എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് കന്യക ടോക്കീസിലാണ്. ഓക്കെ. അതിനുശേഷം ചെയ്യുന്നൊരു ക്യാരക്ടർ ആയിരിക്കും ഇത്. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടനും മുരളി ഗോപിയും പ്രധാന കഥാപാത്രങ്ങളിൽ വരുന്ന സിനിമയാണ്. നിങ്ങൾ തമ്മിലുള്ള റാപ്പോ പറഞ്ഞു തരിക. വളരെ വാം ആയിട്ടുള്ളൊരു റാപ്പാണ് എനിക്ക് ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന 6th ഫിലിമാണ്. ഇന്ദ്രൻ ചേട്ടൻ എൻ്റെ 2 സിനിമയിൽ, ഞാൻ എഴുതിയ 2 സിനിമയിൽ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എഴുതാൻ പോകുന്ന, ഇപ്പോൾ എമ്പുരാന് ശേഷം ഞാനിപ്പോൾ എഴുതുന്ന ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങുന്ന സിനിമയിലും ഇന്ദ്രൻ ചേട്ടൻ ഒരു മേജർ ക്യാരക്ടറുണ്ട്. ഓക്കെ. ആസ് ആക്ടേഴ്സ് ഇന്ദ്രൻ ചേട്ടനുമായിട്ട് ഷെയർ ചെയ്യുന്ന സ്ക്രീൻ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഭയങ്കര എന്താ പറയുക, ഞാനും ഇന്ദ്രൻ ചേട്ടൻ തമ്മിലൊരു ബ്രദർലി ഒരു ഇതുണ്ട്. അതുകൊണ്ട് വളരെ ഇഷ്ടമാണ്, ബോത്ത് ആസ് ആൻ ആക്ടർ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ്. മുരളി ഗോപി ആസ് എൻ ആക്ടർ ഒരാളിപ്പോൾ സ്ക്രിപ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുരളി ഗോപി എന്തായിരിക്കും, ആര് വന്ന് പറയണം, എന്തായിരിക്കും ആ ക്യാരക്ടറിനോട് അടുപ്പിക്കുക? ഞാൻ ആര് വന്ന് പറയണം എന്നുള്ളത് എനിക്കൊരു ഇഷ്യൂ അല്ല. നല്ല പ്രൊഡക്ഷൻ ഇതായിരിക്കണം. പിന്നെ
ആ ക്യാരക്ടറും ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു രസം തോന്നിയാൽ ആണ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ നോ പറയാണ് ഇപ്പം ക്യാരക്ടേഴ്സിനോട്. അല്ല, അങ്ങനെയല്ല. ഈ എഴുതുന്ന സമയത്ത് അഭിനയിക്കുന്നത് എനിക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എനിക്ക് മൾട്ടി ടാസ്കിങ് ആ ഏരിയയിൽ ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഗ്യാപ്സും ഇങ്ങനെ ഈ ആക്ടിങ്ങിൽ വരുന്നതും. എഴുതുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഫോക്കസിൽ എഴുതിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ആക്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടു വേൾഡ്സ് എന്താ പറയണം, 2 വർഷത്തേക്കുള്ള വലിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അത് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത് കാരണമുള്ള ഗ്യാപ്സാണ് വരുന്നത്. L2 ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ? L2 ലോകത്ത് എന്താ പറയണ്ടേ, ലൂസിഫർ എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം എന്നുള്ള നിലയിൽ അതിൻ്റെതായ എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് ആളുകൾ, പ്രേക്ഷകർ കണ്ട് വിധി എഴുതട്ടെ എന്നുള്ളത്. എക്സ്പെക്ടേഷൻ ആസ് എ റൈറ്റർ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തത്? അല്ല, അത് ഓൾറെഡി കൺസീവ് ചെയ്തത് ഒരു 3 പാർട്ട് ട്രിലോജി ആയിട്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ കൺസീവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത്. അപ്പം അതിൻ്റെ ഒരു 2nd പാർട്ട് എന്നുള്ള നിലയിലാണ്. അപ്പം എക്സ്പെക്ടേഷൻ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഇല്ല. അതൊരു കഥയുടെ 3 സെഗ്മെന്റ്സ് ആണ്. അതിൻ്റെ 2nd സെഗ്മെന്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ദാറ്റ്സ് ഓൾ. ഇത്ര എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് ലൂസിഫർ ഹ്യൂജ് ആയതുകൊണ്ടും L2 അതിലും വലുതാക്കണം എന്നുള്ള തീരുമാനം. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഒന്നും ഇല്ല. അത് എന്താണോ മനസ്സിൽ വന്നത് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായത് ഷൂട്ട് ചെയ്യാൻ രാജു ശ്രമിക്കുന്നുണ്ട്. അത് നന്നായി വരട്ടെ എന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷൂട്ടിംഗ് വിഷ്വൽസ് ഒക്കെ വൈറലാണ് ഓൾറെഡി. രാജു പറഞ്ഞു കൊടുക്കുന്നത് ക്രൂവിനോടൊക്കെ. അപ്പം ആസ് എ റൈറ്റർ പോകാറുണ്ടോ ലൊക്കേഷൻസിൽ? അവൈലബിൾ ആകുമ്പോഴൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ പുതിയ സിനിമ ഉള്ളത് കൊണ്ടും കിട്ടുന്ന സമയത്തൊക്കെ പോകാറുണ്ട്. ദ പ്രോസസ് ഓഫ് ക്രിയേഷൻ ഈസ് ഓൾവേസ് എക്സൈറ്റിംഗ്. ആൻഡ് ട്രാൻസ്ലേഷൻ ഫ്രം ദ വേർഡ് ടു ദ വിഷ്വൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എക്സൈറ്റിംഗ്. ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. 12 എപ്പിസോഡുള്ള സീരീസ് ആയിട്ടാണ് ആദ്യം മനസ്സിൽ വന്നതിനേക്കാൾ. ആദ്യം ഈ സീരീസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സീരീസ് അന്ന് UAE ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ബേസിക് ലൈൻ ഞാൻ എഴുതുന്നത്. അപ്പോൾ അന്നിങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ. അന്ന് അവിടെയൊക്കെ US ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അന്ന്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ അതെ ഇറങ്ങി. അതെ, 12 എപ്പിസോഡ് സീരീസ് വരും. അപ്പോൾ അങ്ങനൊരു സബ്ജക്റ്റൊക്കെ ആയിട്ടാണ് ആദ്യം കൺസീവ് ചെയ്തിരുന്നത്. പിന്നെ അത് 3ലേക്ക് ഒതുക്കി സിനിമയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ L2 എത്ര വലുതാണ് റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവ്? മോർ ഈ ബിഗ്നെസ്നെസ് ഇറ്റ് ഈസ് ഫോർ ദ ബിഹോൾഡർ ടു ഡിസൈഡ് വെദർ സംതിങ് ഈസ് ബിഗ് ഓർ നോട്ട്. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു തീമിനെ, ഒരു കോണ്ടംപററി തീമിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. ലൂസിഫറിലുള്ളതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോഴും കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായിരിക്കും ആ സിനിമയിൽ. അത് വളരെ കോണ്ടംപററി ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ L3 ഓൾറെഡി സെറ്റാണ്? അപ്പോൾ മനസ്സിൽ സെറ്റാണ്, പേപ്പറിലേക്ക് ആയിട്ടില്ല? ഇല്ല. അത് ഇത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുള്ളൂ? അല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ റിസപ്ഷൻ അതൊക്കെ നോക്കണമല്ലോ. നമുക്കല്ലാതെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. റിസപ്ഷൻ അനുസരിച്ച് L3 തീരുമാനിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കമാര സംഭവം എന്ന് പറയുന്ന സിനിമ ഞാൻ 2 പാർട്ടായിട്ടാണ് കൺസീവ് ചെയ്തത്. അപ്പോൾ പക്ഷേ ആദ്യത്തെ പാട്ട് ഇറ്റ് വാസ് നോട്ട് എ ഹിറ്റ്. അപ്പോൾ അങ്ങനെ അത്രയും മുതൽ മുടക്കുള്ളൊരു സിനിമ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ 2nd പാർട്ടിന് നാച്ചുറലി ഒരു തടസ്സം നേരിടും. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. വി ഷുഡ് ബി റെഡി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. വാട്ട് എവർ ഹാപ്പൻസ് അതിനനുസരിച്ച്. ഓക്കെ. ഇപ്പം ലൂസിഫർ ഷൂട്ട് കഴിഞ്ഞപ്പം പൃഥ്വിരാജിന് ലാലേട്ടൻ്റെ കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല മാനറിസംസ് സ്വഭാവങ്ങളിലൊക്കെ. മുരളി ഗോപിക്ക് ആസ് എ സിനിമാക്കാരൻ അല്ലെങ്കിൽ ആസ് എ വ്യക്തി, ആസ് എ മനുഷ്യൻ, അങ്ങനെ ലാലേട്ടൻ ഇൻഫ്ലുവൻസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലാലേട്ടൻ്റെ ഒരു എന്താ പറയണ്ട വർക്കിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു സിംപ്ലിസിറ്റി, ഡിസിപ്ലിൻ, അതൊക്കെ ഇൻസ്പയറിംഗ് ആണ്. പിന്നെ ഈ പറയുന്ന ഫസ്സി ആവാതിരിക്കുക, ഏത് സ്ഥലത്ത് കൊണ്ടുവന്നാലും ഇപ്പോൾ അത് ഭ്രമരം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് പണ്ടും കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് ടെറൈനിലാണെങ്കിലും, എത്ര കഷ്ടതയുള്ള സ്ഥലങ്ങളാണെങ്കിലും, സൗകര്യങ്ങളൊക്കെ വളരെ തീരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും, അതിൽ പരാതികളൊന്നും പറയാതെ ഫസ്സിയാവാതെ മറ്റാരെയും പോലെ, യൂണിറ്റുള്ള മറ്റാരെയും പോലെ ഇരിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് ദാറ്റ് ഇസ് ലൈക്ക് ലീഡിങ് ദ വേ. അതെപ്പോഴും ഒരു സ്റ്റാർ ചെയ്യുമ്പോൾ, അത്രയും വലിയ സ്റ്റാച്ചറുള്ള ഒരു സ്റ്റാർ ചെയ്യുന്നത് വളരെ ഇൻസ്പിറേഷണലാണ് കൂടെ നിൽക്കുന്നവർക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം.
ഓക്കെ, നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? മുരളി ഗോപി, പൃഥ്വിരാജ് കോംബോ വർക്ക് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് പിന്നെ അതിനെ പുള്ളി അത് വെച്ചിട്ടാണല്ലോ ഡയറക്ടോറിയൽ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെ ഹൗ ടു അപ്രോച്ച് ഇറ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ദർ ഇസ് എ ഗ്രേറ്റ് റാപ്പോ ബിറ്റ്വീൻ ഹിം ആൻഡ് മീ. അപ്പോൾ അത് ക്രിയേറ്റീവായിട്ടുള്ളൊരു റാപ്പോ ഉണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അത് നമ്മളൊരു കാര്യം പറയുമ്പോൾ എഴുതുമ്പോൾ പെട്ടെന്നത് മനസ്സിലാവുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വലിയ ആവശ്യങ്ങളില്ലാത്ത അതുപോലെ മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടർ. പിന്നെ എല്ലാ സംശയങ്ങളും ഷൂട്ടിന് മുമ്പ് ചോദിച്ച് അതിനെല്ലാ നിവാരണവും വരുത്തിയിട്ടാണ് രാജു ഷൂട്ടിനിറങ്ങുന്നത്. അപ്പം വളരെ മെറ്റിക്കുലസ് ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ റൈറ്റിംഗ് പോലെ തന്നെ വളരെയധികം ഡിസിപ്ലിനും ഫോക്കസും എനർജിയും ഇൻവോൾവ് ചെയ്യുന്നൊരു സംഭവമാണ്. അത് പിന്നെ ഒരു ഫിസിക്കൽ ലെവലിൽ വേറെയും ഉണ്ട്, മാനുവൽ ലെവൽസിൽ വരെ അത് വലിയൊരു എഫർട്ടാണ്. അപ്പോൾ ഈ റൈറ്ററുമായിട്ടുള്ളൊരു, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനം അതാണ്, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് ഓൺ ദ പേപ്പർ എന്നുള്ളത്. അപ്പോൾ അത് കിട്ടുന്ന ഒരാളാണ് പൃഥ്വിരാജ്. അപ്പോൾ ഇതിന് L2 ഷൂട്ടിന് മുമ്പ് ഒരുപാട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? അതിൻ്റെ പ്രോസസ് എങ്ങനെയായിരുന്നു? എത്ര കാലം എടുത്തു ഈ ഡിസ്കഷൻ ഫേസ്? 2022 ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഇത് ലോക്ക്ഡ് സ്ക്രിപ്റ്റ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കഷൻസ് അതിൻ്റെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പൃഥ്വി എന്ന ഡയറക്ടറെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞത് റിട്ടൺ വേർഡിനെ റെസ്പെക്ട് ചെയ്യുകയും അതിനെ മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ്. അത് ഒരു വലിയ കാര്യമാണ്. ഓക്കെ, എന്നാണ് പൃഥ്വിരാജിനെ ആദ്യമായിട്ട് മുരളി ഗോപി കാണുന്നത്? ഓർക്കുന്നുണ്ടോ? പൃഥ്വിരാജിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്തു. അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ പഴയതാണ്, അന്നൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ പ്രൊഫഷണലി കാണുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് കഥ ആദ്യം പറയാം നമുക്ക്. അല്ല, അത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അന്ന് ഞാൻ യൂത്ത് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു യൂത്ത് മാഗസീൻ എക്സ്പ്രസിൻ്റെ പാർട്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ഈ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഒരു സംഭവം നടത്തിയപ്പോൾ അതിൽ ഉള്ളൊരു സ്പീക്കറായിരുന്നു. ഓ, അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. സ്പീക്കറായിരുന്നില്ല, ഹി വാസ് എമംഗ് ദി ഓഡിയൻസ് എന്നാണ്. ഓക്കെ, പിന്നെ കാണുന്നത് സുകുമാരൻ സാറിൻ്റെ 1ാം ചരമവാർഷികത്തിൽ അവരൊരു ഫൗണ്ടേഷൻ അന്ന് ഉണ്ടാക്കിയിരുന്നു, മല്ലിക ആൻറ്റിയും അവരെല്ലാവരും, ഇന്ദ്രനും പൃഥ്വിയൊക്കെ. അപ്പോൾ അന്ന് കണ്ടിരുന്നു. അന്ന് ആ ബെസ്റ്റ് സ്പെക്ടക്കിൾ ഹി ഹാസ് നോട്ട് യെറ്റ് മെയ്ഡ് ഹിസ് ഡെബ്യൂ. പിന്നെ ടിയാൻ, അതിനിടയ്ക്ക് നമ്മൾ ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടും ലെഫ്റ്റ് റൈറ്റ് ആഫ്റ്റർ കണ്ടിട്ടും രാജു മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ടിയാൻ്റെ സെറ്റിൽ വെച്ചാണ് ശരിക്കും ഞങ്ങൾ കൺവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കോൺവെർസേഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ക്രിയേറ്റീവ് ബ്രദർഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതുണ്ടാവുന്നത്. അപ്പം അവിടെ വെച്ച് തന്നെയാണ് ലൂസിഫറിൻ്റെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ട് ഇത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറയുന്നതും അത് ചെയ്യാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാകുന്നു. ആശീർവാദിനെ വിളിക്കുന്നു. ഓൾറെഡി ലൂസിഫർ എന്നൊരു സാധനം ലാലേട്ടനായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. ആശീർവാദിൻ്റെ ഒരു പ്രോജക്റ്റ് എനിക്ക് ഓഫർ ചെയ്തിരുന്നു പണ്ട്. അപ്പോൾ അത് രാജുവിനെ ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്നു വേറൊരു തീം വെച്ചിട്ട് ആയിരുന്നു. നല്ലൊരു ടേമാണ് ക്രിയേറ്റീവ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. അല്ല, വിച്ച് ഇസ് വെരി വെരി പാരമൗണ്ട് ഇൻ സിനിമ. ക്രിയേറ്റീവ് ബ്രദർഹുഡാണ് ഒരു സിനിമയുടെ സത്യത്തിൽ പറഞ്ഞാലുള്ള വിജയവും പരാജയവും എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലത് അവശേഷിപ്പിച്ചു പോകുന്ന ഒരു ഇമ്പാക്റ്റാണ്. അത് ചിലപ്പോൾ ഹിറ്റ് എന്നുള്ള നിലയിലാവണം എന്നില്ല, അത് പിന്നീടാണെങ്കിലും ആൾക്കാരിൽ അവശേഷിപ്പിച്ചു പോകുന്ന ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കണമെങ്കിൽ ഈ റൈറ്റർ ഡയറക്ടർ ബ്രിഡ്ജ് മസ്റ്റ് ബി വെരി സ്ട്രോങ്. ദിസ് ക്രിയേറ്റീവ് ബ്രദർഹുഡ് മസ്റ്റ് ബി വെരി സ്ട്രോങ്. സൂപ്പർ. ക്രിയേറ്റീവ് ബ്രദർഹുഡിൽ പൃഥ്വിയിൽ ആസ് എ ക്രിയേറ്റീവ് ബ്രദർ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചോദിച്ചാൽ എന്താ പറയുക? ഒരുപാടുണ്ടാവാം. ഒരു കാര്യം, മെറ്റിക്കുലസ് ആയിട്ട് വർക്കിനെ സമീപിക്കുന്നത്. ഓക്കെ, അതിനെ ഞാൻ പറയില്ല, അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളിലൂടെയും സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് സിനിമ, സ്പെസിഫിക്കലി ഡയറക്ഷൻ. The more you are prepared, the more easy the shoot. Okay. The easier the shoot. അപ്പോൾ അത് ചെയ്യുന്ന ഒരാളാണ്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആസ് എ ഫ്രണ്ട് പൃഥ്വിയിലുള്ളൊരു ക്വാളിറ്റി ചോദിച്ചാൽ? അല്ല, നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി സിനിമയാണ്. ഓക്കെ, സിനിമ ക്രിയേറ്റീവായിട്ടുള്ള
കാര്യങ്ങൾ. വി ടോക്ക് അബൌട്ട് എവറിത്തിങ് അണ്ടർ ദ സൺ. ബട്ട് ഈ പറയുന്ന പോലെ ബാക്കി ഇൻഡസ്ട്രി ടോക്ക് അങ്ങനത്തെ ഒരു സംസാരമല്ല നമ്മൾ തമ്മിലുള്ള. അതാണ് അതിൻ്റെ ഞാൻ പ്രഷ്യസ് ആയിട്ട് കാണുന്നൊരു കാര്യം. അല്ലാതെ ഈ അവരെന്ത് ചെയ്യണു ഇവരെന്ത് ചെയ്യണു എന്നുള്ളൊരു സംസാരത്തിലേക്ക് ഒരിക്കലും പോകാറില്ല ടോക്ക്. സിനിമ മാത്രമാണ് ഞങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും കോണ്ടന്റ് ഡ്രിവൺ ആയിരിക്കും ആ കോൺവെർസേഷൻ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള രണ്ടുപേരും സംസാരത്തിൽ കോമൺ വാക്കുകൾ ഒരുപാട് വരാറുണ്ട്. അങ്ങനെ സംസാരിച്ച് വരുന്നതാണോ? ഇപ്പം സ്റ്റാൽ വാട്ട് എന്നൊക്കെയുള്ള വാക്കുകൾ പൃഥ്വി ഉപയോഗിക്കും, മുരളിഗോപി ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ സംസാരം മെയിൻലി ലാംഗ്വേജ് എന്തായിരിക്കും? അത് മലയാളം, ഇംഗ്ലീഷാണ്. അങ്ങനൊന്നുമില്ല, നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. കടുകട്ടി ഇംഗ്ലീഷ് വാക്കുകൾ പൃഥ്വി ഉപയോഗിക്കുന്നതും മുരളിഗോപി ഉപയോഗിക്കുന്നത് ഞാൻ ചില പാറ്റേൺ ഓഫ് വേർഡ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊരു ആരോപണമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. അല്ല, ശരിയാവണമെന്നില്ല. ചൂസ് വൺ, ഷോർട്ട് സ്റ്റോറി ഓർ സ്ക്രിപ്റ്റ് എഴുത്ത്? ബോത്ത്. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് there is no middleman between you and your reader. You write, പേപ്പറുണ്ട്, കടലാസുണ്ട്, പേനയുണ്ട്, മഷിയുണ്ട്, നിങ്ങൾ എഴുതുന്നു, അത് വായനക്കാരൻ വായിക്കുന്നു. അത് വേറൊരു സുഖം വരുന്നൊരു പ്രോസസ്സാണ്. സിനിമ അതല്ല. സിനിമ ഒരുപാട് പേരുടെ അധ്വാനവും കൂടെ അതിൻ്റെ ഇടയിൽ വരും. ഡയറക്ടർ അതിനെ കറക്റ്റായിട്ട് കൺസീവ് ചെയ്യണം. ആ കൺസീവ് ചെയ്ത സാധനം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ള വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കും അതുപോലെ മനസ്സിലാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റണം. അവരുടെയൊക്കെ എഫേർട്ട് വന്നാലേ ഒരു സിനിമ വരും. ഒരു സ്പോട്ട് ബോയ് തൊട്ട് ഒരു സൂപ്പർ സ്റ്റാർ വരെയുള്ള ആളുകൾ ഒരേപോലത്തെ എനർജിയിലും കൺവിക്ഷനിലും പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വരുള്ളൂ. അപ്പോൾ അതിന് അത്രയും വലിയൊരു ആ പ്രോസസ്സ് വേറെയാണ്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, മുരളിഗോപിയുടെ സിനിമ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്? നല്ല സ്റ്റോറി ടെല്ലറാണോ? അല്ല, എനിക്ക് അതിൻ്റെ മൂഡ്സ് ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും നറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് നറേറ്റ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഞാനങ്ങനെ നറേറ്റ് ചെയ്യില്ല. ഞാൻ എൻ്റെ ഒരു നറേറ്റീവ് ലാംഗ്വേജ് മനസ്സിലാക്കുന്നവരോട് ആണ് ഞാൻ നറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, പക്ഷെ രാജു അങ്ങനെയല്ല. രാജു നല്ല നറേറ്ററാണ്. അപ്പം ഞാൻ ഈ കഥാപാത്രം എഴുതി വയ്ക്കുന്ന സ്ക്രിപ്റ്റ് ഞാൻ ബാക്കി എല്ലാ സിനിമകളിലും ഞാൻ തന്നെ വൺസ് ഒരു ഫസ്റ്റ് നറേഷൻ ഡയറക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബ്രീഫിങ് ഞാനായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, മാനറിസംസിൻ്റെ ഇത് ആക്ടേഴ്സുമായിട്ടൊക്കെ. അപ്പോൾ രാജുവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അത് രാജു അങ്ങ് ഏറ്റെടുക്കും. അത് അവരോട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അത് വലിയൊരു സമാധാനമാണ്. നറേഷനും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ ബേസിക് സംഭവങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ രാജു അത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. ഈ മൂഡും നറേഷൻ സ്റ്റൈലും മനസ്സിലാക്കുന്ന ഒരാളാണ് പൃഥ്വി, മുരളിഗോപിയുടെ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ചൂസ് വൺ. ആസ് എൻ ആക്ടർ ചെഗുവേര റോയ്, ആസ് എൻ ആക്ടർ തോമസ് ബാസ്റ്റിൻ. രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് എനിക്ക്, അത്രേ പറയാൻ പറ്റൂ. ഓക്കെ, ചെഗുവേര റോയുടെ ഒരു മെമ്മറി ചോദിച്ചാൽ 2024 മുരളിഗോപി എന്ത് പറയും? അല്ല, വളരെ ഇമോഷണലായിട്ട് എഴുതിയൊരു ക്യാരക്ടറാണ് അത്. അത് എഴുതുന്ന സമയത്ത് എനിക്കൊരു ഇമോഷണൽ അപ്ഹീവൽസ് ഉണ്ടായിട്ടുണ്ട്. ആ ക്യാരക്ടറിൽ ഒരുപാട് റിഫ്ലക്ഷൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും ഈവൺ അച്ഛൻ്റെയും വരെ ഈ ചില മാനറിസംസിലും ഈ പാർഷ്യൽ പാരാലിസിസ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയാണത്. അപ്പോൾ ആ ഒരു സാധനം അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോഴും ഒക്കെ അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ചെഗുവേര റോയ് എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, വേണുഗോപാൽ എന്ന് പറഞ്ഞ്, മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ചില ടെമ്പറമെൻ്റൽ ക്വാളിറ്റീസ് ചെഗുവേര റോയ് എന്നുള്ള ക്യാരക്ടറിലോട്ടുണ്ട്. പുള്ളി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു? ഇല്ല, ജേർണലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ചൂസ് വൺ. ഇതും ടഫ് കോളാണ്. ലൂസിഫർ ഓർ എമ്പുരാൻ? അതൊരു നോ ക്വസ്റ്റ്യൻ ആണല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ തന്നെ രണ്ടാം ഭാഗമല്ലേ അത്. അപ്പോൾ അത് രണ്ടും ഒരുപോലെ ആയിരിക്കുമല്ലോ എനിക്ക്. എനിക്ക് ഒന്നിനെ ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, മുരളിഗോപി ആസ് എ ലിറിസിസ്റ്റ്, മുരളിഗോപി ആസ് എ സിംഗർ. I don't consider myself as a lyricist. I don't consider myself as a singer. Both these are two big words. Okay. അപ്പോൾ ഞാൻ അതിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. I just act out my songs. The songs that I find comfortable, I find myself okay with എന്നുള്ളതാണ്. കംഫർട്ടബിൾ വിത്ത്. അല്ലാതെ എല്ലാ ട്യൂൺസും പാടാൻ പറ്റുന്നതായിരിക്കണമല്ലോ ഒരു സിംഗർ എന്ന് പറയുന്നത്. നമുക്കൊക്കെ എല്ലാ ട്യൂൺസും നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാൻ പറ്റുന്ന ട്യൂൺസ് കിട്ടിയാൽ അതിനെ ആക്ട് ഔട്ട് ചെയ്ത് പാടാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് കൊയറിലും
കോളേജ് ട്രൂപ്സിലും ഒക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ ആയതുകൊണ്ടും എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എമ്പുരാൻ്റെയും ലൂസിഫറിൻ്റെ മ്യൂസിക്കിൽ ഇൻവോൾവ് ആണോ? മ്യൂസിക്കിൻ്റെ വർക്കിംഗ് സമയങ്ങളിലൊക്കെ ദീപക് ദേവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ലൂസിഫറിൻ്റെ. ഓക്കെ. അപ്പം ഒരു മാസ് സീനിന് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണമെന്നോ ആസ് എ റൈറ്റർ ഓൾറെഡി റെഫറൻസും ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ മനസ്സിലുണ്ടോ? മോസ്റ്റ്ലി എൻ്റെ എല്ലാ ഇതിലും ഞാൻ മ്യൂസിക്കലി അതിന് എന്തൊക്കെ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ മ്യൂസിക്കൽ സ്കോർ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാനതൊരിക്കലും അത് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ആ സിനിമ മൊത്തത്തിലൊരു ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന രീതിയും അതിൻ്റെ പാറ്റേൺസും ഒക്കെ വെച്ചിട്ട് അത് വേറൊരു ലെവലിലാണ്. അത് ഡയറക്ടോറിയലിയും കൂടെ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. റൈറ്ററിന് മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സ്കോർ കൊടുത്താൽ ചിലപ്പം അത് അങ്ങനെ വർക്ക് ചെയ്യണം എന്നില്ല. കാരണം പ്യുവർലി ഇത് ഇപ്പോൾ റൈറ്റർ ഡയറക്ടർ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനകത്തുള്ള വാട്ട് എവർ ഈസ് ബീങ് എംബലിഷ്ഡ് ആൻഡ് വാട്ട് എവർ ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ നമുക്ക് രണ്ടുപേർക്ക് അറിയില്ല. അത് വരുമ്പോഴേ അറിയാൻ പറ്റും. എമ്പുരാന്നുള്ള വാക്കുണ്ടാക്കിയത് ഭയങ്കര രസമുള്ള കഥയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ആലോചിച്ചിട്ട് കിട്ടിയാണോ അതോ? അല്ല, ഞാനതിൽ ആ ലാസ്റ്റ് സോങ് എഴുതുമ്പോൾ, കൾമിനേഷൻ സോങ് എഴുതുമ്പോൾ ഞാൻ ദീപക് ദേവിനോട് പറഞ്ഞത് അതിൽ ഇങ്ങനെ ഈ ഒരു വാക്കുണ്ടാവും എന്നാണ്. എമ്പുരാനെ എന്നുള്ളൊരു വാക്ക്. അപ്പോൾ പണ്ട് മുതൽ എനിക്ക് ഈ വേർഡ് ഇല്ല, ഈ ഓവർലോഡ് എന്നുള്ള സാധനം, ഓവർലോഡ് എന്ന് പറഞ്ഞൊരു അർത്ഥം വരുന്നൊരു വേർഡ് എംപുരാൻ, എൻ പുരാൻ എന്നുള്ള വേർഡിൽ നിന്നാണ്, മൈ ലോഡ് എന്നുള്ള. അപ്പോൾ അത് ഈ ലൂസിഫറിൻ്റെ ഈ ക്യാരക്ടറിന് യോജിക്കുന്ന ഒരു പേരാണെന്നുള്ളത് കൊണ്ടും ഈ നെക്സ്റ്റ് പാർട്ടിന് അത് ലീഡ് ചെയ്യാം എന്നൊരു തോട്ട്, അങ്ങനെ ഒരു വേർഡാണത്, സാധ്യതയുള്ളൊരു വേർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സോങ്ങിന് അത് ഉപയോഗിച്ചത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് ഇത് ലീഡ് ചെയ്യുന്ന ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വേർഡ്. ഡെഫിനറ്റ്ലി ആ വേർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ. 19 വയസ്സിൽ ഷോർട്ട് സ്റ്റോറി എഴുതി തുടങ്ങിയ റൈറ്ററാണ്. അപ്പം അന്ന് അച്ഛൻ്റെ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോന്ന് എഴുതി വായിച്ചു കൊടുക്കുമ്പോൾ മുരളി ഗോപിയുടെ റൈറ്റിംഗ് ലോകത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എങ്ങനെയാണ്? അത് ആക്സിഡൻ്റൽ റൈറ്ററാണ്. എൻ്റെതായ റീഡിങ് ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എഴുത്തുകാരനൊന്നും ആവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. അച്ഛൻ ഇങ്ങനെ ഈ 1986 പാരലിറ്റിക് സ്ട്രോക്ക് വന്നപ്പോൾ അച്ഛൻ ബെഡ് റിഡനായ സമയത്ത് അതൊരു അച്ഛൻ്റെ മുഖത്തൊരു പുഞ്ചിരി കാണാൻ വേണ്ടി എഴുതി തുടങ്ങിയതാണ്. അങ്ങനെ എഴുതിയതൊരു കഥയായി മാറി. ആ കഥ ഞാൻ അച്ഛന് വായിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ഒരു റെസ്പോൺസ് ഓവർവെൽമിങ് ആയിരുന്നു. അച്ഛൻ വളരെ റിസർവ്ഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. ഈ വളരെ അൺറിസർവ്ഡ് ആയിട്ട് ഒരിക്കലും പ്രൈസ് അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നല്ലതും അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ അത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. രസമുണ്ട് ആ കഥ. അപ്പോൾ അതാണ് എൻ്റെ ആ ഒരു അപ്രീസിയേഷനാണ് ഒരുപക്ഷെ റൈറ്ററാക്കിയത്. മുരളി ഗോപിയുടെ ഫിലിം റൈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത് മനസ്സിൽ ആലോചിച്ച് പിന്നെ അവസാനം എഴുതാറുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? അതെ അതെ. അപ്പോൾ ഇത് മറക്കൂല്ലേ നമ്മൾ? ഇല്ല, നമ്മുടെ മനസ്സിലൊരു കഥ വന്ന് വീഴുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു പൊള്ളലും കൂടെ ഏൽപ്പിച്ചുകൊണ്ടാണ് വന്ന് വീഴുന്നത് ഒരു കഥ. അത് ഫുൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കില്ല അത്. പക്ഷെ വൺസ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത്. ഓക്കെ. അത് പിന്നെ ഇപ്പോൾ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ലൂസിഫറിൽ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ഈ ഡയലോഗ് ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കും ക്രൗഡിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് ഓർമ്മ നിൽക്കില്ല. പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഡയലോഗ് മുഴുവൻ ഓർമ്മിച്ച് വയ്ക്കും. അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്യും, നിങ്ങളിത് ചോദിക്കേണ്ട ആൾ പൃഥ്വിരാജാണ്, അദ്ദേഹം ഈ ഡയലോഗ് ഓർമ്മിച്ച് വയ്ക്കുന്ന ആളാണ്. എനിക്ക് ഒരിക്കൽ വൺസ് ഇത് പോയി കഴിഞ്ഞാൽ അതുവരെ അതിന് ആയുസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ നിന്നുള്ള ഒരു പേർജിങ്ങും കൂടെയാണ് ഈ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അകത്തുള്ള വ്യഥകളും വ്യാകുലതകളും ഒക്കെ നമ്മൾ എഴുതി അതിനെ ഒന്ന് പേർജിങ്ങിൻ്റെ പ്രോസസ്സ് കൂടെ ഉണ്ട്. എന്ന് വരെ ഇത് മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുക, എപ്പോഴാണ് എഴുതേണ്ടത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ റൈറ്റിംഗ്. ഓക്കെ. ചില സിനിമകൾ കുറച്ച് കൂടുതലായിരിക്കും ഇൻക്യുബേഷൻ പീരീഡ്. അതെ. ചില സിനിമകൾ കുറവായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ റൈറ്റിംഗ് ആൻഡ് വാട്ട് ഓൾ തീംസ് ആർ ഗോയിങ് ഇൻ ടു ഇറ്റ്. ഓക്കെ. അപ്പം നമ്മൾ പർട്ടിക്കുലർ ടൈം വെച്ച് ഇത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമോ? അങ്ങനെയാണോ? ഇത് അതിന്റെ നെക്സ്റ്റ് സീൻ ആലോചിക്കുക? അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു
മെത്തേഡ് പറയാൻ പറ്റില്ല. ചിലർ പറയും നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കണം, അപ്പോഴാണ് സാധനം വരിക എന്ന് പറയും. അത് ഓരോരുത്തരുടെ രീതിയാണ്. പുതിയ റൈറ്റേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒരു ഉപദേശം ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശൈലി ആയിരിക്കില്ല വേറൊരാളുടെ ശൈലി. അപ്പോൾ അങ്ങനെ ഒരാളിനോട് നമ്മളൊരു ഉപദേശമായിട്ട് ഇങ്ങനെ വേണം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ ആളിൻ്റെ ശൈലിയെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. അത് നല്ലതല്ല. അതുകൊണ്ട് ഞാനങ്ങനെ ഒന്നും ഇന്നതാണ് ശരിയെന്നോ ഈ സമയത്ത് എഴുന്നേറ്റിരുന്ന് എഴുതണം, ഒരുപാട് പേരുണ്ട് 20 പേജ് എഴുതണം ഒരു ദിവസം, അങ്ങനെയൊക്കെ പറയുന്ന റൈറ്റേഴ്സ് ഉണ്ട്. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഞാൻ അങ്ങനെ അല്ല. ഓക്കെ. സ്റ്റൈൽ ഓഫ് നോ സ്റ്റൈൽ എന്നൊരു സംഭവം ഉണ്ടല്ലോ, ബ്രൂസ് ലീയുടെ ജീത് കുണ്ടോ എന്ന് പറയുന്ന സാധനം. വെൻ യു ആർ ഫൈറ്റിംഗ് എ ബോക്സർ യു ബിക്കം ദ ബോക്സർ എന്ന് പറയുന്ന സംഭവമുണ്ട്. വെൻ യു ആർ ഫൈറ്റിംഗ് എ കിക്ക് ബോക്സർ യു ബിക്കം ദ കിക്ക് ബോക്സർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഡിസിപ്ലിന്റെ പേര് ജീത് കുണ്ടോ എന്നാണ്. ദ സ്റ്റൈൽ ഓഫ് നോ സ്റ്റൈൽ. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റൈലാണ് മുരളിഗോപിയുടെ സ്റ്റൈൽ. ഈ 20 പേജ് എഴുതണം എന്ന് പറയുന്ന പോലെ ഈ നമ്മളിങ്ങനെ കഥ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണോ? ഒരു ചെലന്തിയെ പോലത്തെ ഒരു അവസ്ഥയാണ്. മുട്ടയുമായിട്ട് നടക്കുന്ന ഒരു ചെലന്തിയെ അനുസ്മരിപ്പിക്കാവുന്ന. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും ഇതിന്റെ ആലോചന വരാമല്ലോ, നെക്സ്റ്റ് സ്റ്റേജ് വരാം. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പ്രീഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒരു കഥാകാരനത് ഉണ്ടാവും. ഏതൊരു കഥാകാരനായാലും അയാൾ എപ്പോഴും ഒരു ഈ പറയുന്ന പോലെ ഒരു മുട്ടയും കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേജിൽ ചെലന്തിയെ പോലെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളെ എവിടെയെങ്കിലും ഇൻക്യുബേഷൻ പീരീഡ് എങ്ങനെയാണ് ശരിക്കും? ഏതെങ്കിലും സ്ഥലത്ത് ഡിപ്പെൻസ്. ചില സമയത്ത് അത് വളരെ വേഗം നമുക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റും പേപ്പറിൽ. ചില സമയത്ത് സമയമെടുക്കും. അത് ഡിപ്പെൻസ് ഓൺ വാട്ട് യു ആർ റൈറ്റിംഗ് ആൻഡ് വാട്ട് ഓൾ തീംസ് ആർ ഗോയിങ് ഇൻടു ഇറ്റ്. ഓക്കെ, അതിന് സ്പെസിഫിക് ലൊക്കേഷൻസ് ഉണ്ടാവോ ഇൻക്യുബേഷൻ ടൈമിൽ? എവിടെയെങ്കിലും സ്ഥലം വേണം, വീട്ടിൽ തന്നെ ഇരിക്കണം? വീട്ടിൽ ഇരിക്കും, ചില സമയത്ത് പുറത്തിരിക്കും. ഓക്കെ. ഇനി മുരളിഗോപി ഇതിൽ സിനിമയിൽ ലൂസിഫറിൽ എഴുതിയ ഒരു ഡയലോഗാണിത്. ദിസ് ഈസ് കോൾഡ് വേൾഡ്സ് ലാർജസ്റ്റ് കോമഡി ഷോ ബേബ്സ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇപ്പം ഇപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമോ? ജതിൻ രാംദാസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സീക്രട്സിലാണ് ആ ലൈനും ഇരിക്കുന്നത്. ഒരാളൊരു ലൈൻ പറയുമ്പോൾ പൊതുവേ ഇതൊരു ശീലമാണ്, റൈറ്ററിന്റെ ചോദിക്കും അത് റൈറ്ററിന്റെ ലൈനല്ലേ എന്ന്. റൈറ്റർ ആ ആളായിട്ട് എഴുതുന്ന ലൈനാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ് ടു ദാറ്റ് ക്യാരക്ടർ. നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ വേറൊരു കഥാപാത്രത്തിൽ കൂടെ എഴുതുന്നതിനേക്കാളും കഥാപാത്രത്തിനെ കണ്ടെത്തുമ്പോൾ ആ കഥാപാത്രം സംസാരിക്കുന്നത് ഈ ലൈൻ ആയിരിക്കും എന്ന് ഊഹിച്ചാണ് എഴുതുന്നത്. അതാണ് അതിന്റെ പ്രോസസ്സ്. ഓക്കെ, അങ്ങനെ ആണെന്ന് ചോദിച്ചാൽ ആസ് എ മുരളിഗോപി എന്ത് പറയും? ഇങ്ങനെ ഇത് ക്യാരക്ടറിനോട് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്സ് ബിഗ്ഗസ്റ്റ് കോമഡി ഷോ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ സാധ്യത ഉള്ളവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ഓക്കെ, അത്രേ എനിക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ മുരളിഗോപിയുടെ 2 സിനിമകൾ പറയും. ഇത് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നതെന്ന് പറയണം. കാരണം ഒന്ന്, ഈ അടുത്ത കാലത്ത് അന്നത്തെ ഏറ്റവും ഇന്നോവേറ്റീവ് റൈറ്റിംഗ് ശൈലിയായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് ശൈലിയായിരുന്നു. ആസ് എ റൈറ്റർ എന്താണ് ഈ അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ? റൂബിക്സ് ക്യൂബ് ആണ് മനസ്സിൽ വരുന്നത്. ഓക്കെ, അതാണ് എൻ്റെ നെറേറ്റീവ് സ്റ്റൈൽ. റൂബിക്സ് ക്യൂബിനെ സോൾവ് ചെയ്യുന്ന പോലെയാണ് എൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ. അതെ, അതായിരുന്നു എൻ്റെ ഇനിഷ്യൽ തോട്ട്സിലൊന്നും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അതിന് മാർച്ച് പാസ്റ്റുമായിട്ടാണ് ഞാൻ ഒരു കൂട്ടം ആളുകളുടെ മാർച്ച് പാസ്റ്റാണ് എന്നെ ആദ്യം അതിൽ നിന്ന് ആ ഒരു ടെക്നിക്കിലോട്ട് കൊണ്ടുവന്നത്. ആ ഒരു 3 ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. എല്ലാവരും നടക്കുന്നത് ഒരേപോലെയാണ്, പക്ഷെ 2 പേര് നടക്കുന്നത്. നമ്മൾ ഒരു 10 പേരെടുത്താൽ 10 വിവിധ ശൈലികളുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു മാർച്ച് പാസ്റ്റ് തന്നെ പല രീതിയിൽ നടക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും, ഒരു യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ പലരെങ്ങനെ ഉണ്ടായി, പലരും ചേർന്ന് ഒന്നെങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സിൽ നിന്നാണ് ഇതിന്റെ ഇനിഷ്യൽ ഇത് വരുന്നത്. നറേറ്റീവ് സ്റ്റൈൽ. മലയാളികൾക്ക് ഇല്ലുമിനാറ്റി എന്നുള്ള വാക്ക് ഫെമിലിയർ ആക്കിയ ആളാണ് മുരളിഗോപി. അപ്പൊ എന്താണ് ഇല്ലുമിനാറ്റി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ശരിക്കും എന്താണ് ഇല്ലുമിനാറ്റി? ഇല്ലുമിനാറ്റിക്ക് പോലും അറിയില്ല. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഭയങ്കര എന്താണ് എന്ന് ചോദിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. അത്രയും വേഗമാണ് അതിന്റെ ബേസിക് ഇത് തന്നെ. നമ്മൾ ഈ കാണുന്ന സിസ്റ്റംസ്, നമ്മൾ ഈ കാണുന്ന ഗവേണിംഗ് പോളിസീസ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടില്ല എന്ന് പോകുന്ന ഇപ്പോൾ ആഡ്സിൻ്റെ സ്റ്റൈല്, അജണ്ട സെറ്റിംഗ്, നമ്മുടെ ടെലിവിഷൻ ന്യൂസ്, ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ തൊട്ട് ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മൾ ഒരു പ്രത്യേക തരം ഡിസൈനിൽ നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്നും അത് നമ്മൾ അറിയാത്തതാണെന്നും ആ ഡിസൈനിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണോ, ഈ കോൺസെപ്റ്റും ഇതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇലുമിനാറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്.
ആ കോൺസെപ്റ്റിനെ അതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്ത ഒരുപാട് സ്റ്റഡീസ് വരെ ഉണ്ട്. ഇപ്പം മൗര്യൻ്റെ കാലം തൊട്ട് ഇലുമിനാറ്റിയുടെ ആരംഭം എന്ന് തുടങ്ങുന്ന ബവേറിയൻ സോഴ്സസ് പറയുന്ന വേറൊരു നറേഷനുണ്ട് വെസ്റ്റേൺ ഇലുമിനാറ്റിയുടെ. അപ്പോൾ ഇത് രസമുള്ളൊരു തീമാണ് പഠിക്കാനുള്ളത്. മുരളീഗോപി എന്നാ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയത് അല്ലെങ്കിൽ വായിച്ചത്? ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ ഫണ്ടിങ്, ഇപ്പം ലൂസിഫറിൽ സംസാരിച്ചിട്ടുള്ള ഫണ്ടിങ്, ഈ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് നമ്മുടെ പൊളിറ്റിക്സിൽ. ഫണ്ടിങ്ങിന് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ആലോചിച്ച് പോയാൽ പൊളിറ്റിക്കൽ ഫണ്ടിങ് അതിൻ്റെ റൂട്ട്സൊക്കെ ചരിത്രാതീത കാലം തൊട്ട് വളരെ ഷെയ്ഡി ആയിട്ടുള്ള ചില സോഴ്സസിൽ നിന്നാണ് അതിൻ്റെ റൂട്ട്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതിനെ നമ്മൾ ഇപ്പോൾ ഇല്ലുമിനാറ്റി റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ലിറ്ററേച്ചർ വരെ നമ്മൾ താല്പര്യമുള്ള വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ തേടി പിടിച്ച് വായിക്കുമല്ലോ. അങ്ങനെയുള്ള വായനകൾ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. പൃഥ്വി ഒരു ഇലുമിനാറ്റി ആണോ എന്ന് വെറുതെ കമന്റ്സിൽ വരാറുണ്ട്. പൃഥ്വി മുരളി ഇലുമിനാറ്റി ആണോ? ഞങ്ങൾ ഇല്ലുമിനാറ്റികൾ പറയാറില്ല. മുരളീഗോപി എന്ത് പറയും? ഞാനൊന്നും പറയില്ല. അങ്ങനെയുള്ള ആണോ ഇലുമിനാറ്റി ആണോ? ആണെന്നും അല്ലെന്നും പറയാം. ഇലുമിനാറ്റി ഇപ്പോൾ പാട്ട് വരെ ഇറങ്ങി, ആ വാക്ക് വൈറലായി, ഭയങ്കര വൈറലായി. അപ്പോൾ അത് സിനിമയിൽ ഇവിടെ പോപ്പുലർ കൾച്ചറിലൂടെ മലയാളികൾക്കിടയിലേക്ക് കൊണ്ടുവന്ന ആളാണ് മുരളീഗോപി. അപ്പോൾ ഇത് ഈ പാട്ട് ഭയങ്കര ഫെമിലിയറൈസ് ആയപ്പം സന്തോഷം തോന്നിയ? എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? നല്ല എന്താ പറയുക, ഒരു വേവുള്ളൊരു പാട്ടാണ് ഇലുമിനാറ്റി. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലെ എമ്പുരാൻ ഇറങ്ങിയിട്ടും സംസാരിക്കാൻ പറ്റട്ടെ. താങ്ക് യു.